ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് സർപ്രൈസായി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്താൽ ഇതുപോലുള്ള എൻ്റെ വീഡിയോസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ഏതൊക്കെ സിനിമകൾ സീരീസുകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തത് ദുൽഖർ സൽമാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ തെലുങ്ക് മൂവിയായിരുന്നു ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്ത് കൃത്യം ഒരു മാസത്തിനുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. നവംബർ മാസം 30-ാം തീയതിയോ അല്ലെങ്കിൽ ഡിസംബർ മാസം ഒന്നാമത്തെ ആഴ്ച, അതായത് ഡിസംബർ മാസം 1-ാം തീയതിയോ ഈ ഒരു സിനിമ OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്യുക. അപ്പോൾ റിലീസ് ചെയ്യുന്ന സമയത്ത് തെലുങ്ക് ഭാഷയിൽ മാത്രമായിരിക്കില്ല, മലയാളം അടക്കമുള്ള എല്ലാ ഭാഷയിലും അവൈലബിൾ ആയിരിക്കും. അടുത്തത് ഒരു സീരീസാണ്, ഒരു തമിഴ് സീരീസാണ്. പാരച്യൂട്ട് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് തമിഴ് ഭാഷ കൂടാതെ മലയാളം ഉൾപ്പെടെ നവംബർ മാസം 29-ാം തീയതി Disney+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റാണ് പുറത്ത് വന്നിട്ടുള്ളത്. അടുത്ത നമ്മുടെ ആസിഫ് അലി, അതുപോലെ തന്നെ അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവരുടെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കിഷ്കിന്ധകാണ്ഡം എന്ന് പറഞ്ഞ മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ സിനിമ തിയേറ്ററിൽ ഒരു വൻ വിജയം നേടിയ സിനിമയാണ്. നവംബർ മാസം 19-ാം തീയതി Disney+ ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് പുറത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ OTT ട്രെയിലറൊക്കെ പുറത്തു വന്നു. അടുത്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ഗ്ലാസ്മേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഭാഷയിൽ ബുക്ക് മൈ ഷോസിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് കഴിഞ്ഞ ദിവസം അമരൻ ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോം വഴി ഓവർസീസിൽ ഇറങ്ങുന്ന ലോ ക്വാളിറ്റി പ്രിന്റ് റിലീസ് ചെയ്തു. അതുപോലെ തന്നെ 2 തമിഴ് സിനിമകൾ കൂടി ഇന്ന് വന്നിരിക്കുകയാണ്. സർപ്രൈസ് ആയിട്ട് വന്നതാണ്. കഴിഞ്ഞ ദിവസം അമരൻ വന്നതുകൊണ്ട് ഈ ഒരു ദിവസം ബ്ലഡി ബക്കർ അതുപോലെ തന്നെ ബ്രദർ, ഈ 2 സിനിമകൾ വരുന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു. കമ്മിങ് സൂൺ അവർ പുറത്തു വിട്ടിരുന്നെങ്കിലും പക്ഷേ ഇത് വരുന്നൊരു ഇതുമില്ലായിരുന്നു. പക്ഷേ ഇന്ന് അത് 2 സിനിമകൾ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ഒന്നാമത് ബ്ലഡി ബഗറാണ്. കവിനും മെറി ഫിലിപ്പ്, അനാർക്കലി നാസർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ബ്ലാക്ക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെൽസൺ ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഒക്ടോബർ മാസം 31-ാം തീയതി ആയിരുന്നു ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തത്. ഇപ്പോൾ ഈ സിനിമ ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ലോ ക്വാളിറ്റി പ്രിന്റ് റിലീസ് ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ OTT-യിലാണ്, ഓവർസീസിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജയൻ രവി, പ്രിയങ്ക മോഹൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ബ്രദർ എന്ന് പറഞ്ഞ കോമഡി ഡ്രാമ മൂവിയാണ്. ഈ സിനിമയും ഒക്ടോബർ മാസം 31-നായിരുന്നു തിയേറ്റർ റിലീസ് ചെയ്തത്. ഇപ്പോൾ ഓവർസീസിൽ ലോ ക്വാളിറ്റി പ്രിന്റ് റിലീസ് ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ OTT പ്ലാറ്റ്ഫോമിൽ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത്രയും സിനിമകളാണ് ഇന്ന് റിലീസ് ചെയ്തതും പുതിയതായിട്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളതുമായ സിനിമകളായിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും